എൻ്റെ പേര് അനു ഫ്രാൻസിസ്. ഇതെൻ്റെ ഹസ്ബൻഡ് സഞ്ജു. ഇത് മോള് മറിയം. ഞാനിവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 2022 ഏപ്രിലാണ്. 2016 ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞെങ്കിലും 2019 ഞാൻ പ്രഗ്നൻ്റ് ആവുന്നത്. പ്രഗ്നൻ്റ് ആയെങ്കിലും 9ാം മാസത്തിൽ കുഞ്ഞ് വയറ്റിൽ വെച്ച് തന്നെ മരിച്ചുപോയി. അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ഡിപ്രസ്ഡ് ആയിപ്പോയി. അതേസമയം ഞാൻ റിസൈൻ ചെയ്ത് വന്ന് 2 വർഷം ഗ്യാപ്പും ആയിപ്പോയി. അപ്പോൾ എനിക്ക് ഒരിടത്തും ജോലിയും കിട്ടാതെയായി. അപ്പം കുഞ്ഞും ഇല്ല, ജോലിയില്ലാത്ത അവസ്ഥയായിട്ട് ഞാൻ ഒത്തിരി ഡിപ്രസ്ഡ് ആയിരിക്കുമായിരുന്നു. ആ സമയത്താണ് ഞങ്ങളുടെ അയൽവക്കത്തുള്ളൊരു നോൺ ക്രിസ്ത്യൻ ആയിട്ടുള്ളൊരു ചേച്ചി ഉടമ്പടി പുസ്തകം എനിക്ക് കൊണ്ടുതരുന്നത്. അപ്പോൾ ഞാനത് രാവിലെയും വൈകിട്ടും ആ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി. എനിക്ക് വേറെ ഒരു വഴികളും എൻ്റെ മുൻപിലില്ലായിരുന്നു. ഞാൻ നാട്ടിലെ പല ഹോസ്പിറ്റലുകളിലും വിളിച്ച് ജോലിക്ക് വേണ്ടി അന്വേഷിക്കുമ്പം 6 മാസത്തിൽ താഴെ ഗ്യാപ്പ് ഉള്ളവരെ മാത്രമേ ജോലിക്ക് എടുക്കത്തുള്ളൂ. അതിൽ കൂടുതലാണെങ്കിൽ പിന്നെ ജോലി ഒരിടത്തും കിട്ടാനില്ല. അപ്പോൾ ഞാൻ ഈ പ്രാർത്ഥന ചെല്ലാൻ തുടങ്ങി. അത്ഭുതം എന്ന് പറയട്ടെ, ഒരാഴ്ചയ്ക്കുള്ളിൽ പത്രത്തിൽ കുറേ പരസ്യം കണ്ടു, കോവിഡ് ഡ്യൂട്ടിക്ക് വേണ്ടി ദുബായിലേക്ക് ആൾക്കാരെ എടുക്കുന്നത്. അതിൽ ഞാനൊരു 10 ആൾക്കാരെയെങ്കിലും വിളിച്ചു. അവർ ഏജൻസ് എല്ലാം പറഞ്ഞത് 6 മാസത്തിൽ കൂടുതൽ ഗ്യാപ്പാണെങ്കിൽ ദുബായിലും കോവിഡ് ഡ്യൂട്ടിക്കും ആളെ എടുക്കുന്നില്ലെന്നാണ്. അത് കഴിഞ്ഞ് ഒരു ഏജൻറ്റ് എൻ്റെ CV കിട്ടിയിട്ട് ഇങ്ങോട്ട് വിളിച്ചു. CV ദുബായിക്ക് അയച്ചിട്ടുണ്ട്, ചാൻസ് കുറവാണ്, പക്ഷേ ശ്രമിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ ഇൻ്റർവ്യൂവിന് കോൾ വന്നു. അപ്പോഴും ആ ഏജൻറ്റ് പറഞ്ഞു ഇൻ്റർവ്യൂവിന് എടുത്താലും ഗ്യാപ്പിൻ്റെ കാര്യം വരുമ്പോഴത്തേക്കും അവരങ്ങോട്ട് എടുക്കാൻ ചാൻസ് ഇല്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇൻ്റർവ്യൂവിൽ എന്നോട് ചോദിച്ചു ഗ്യാപ്പിൻ്റെ കാര്യം. ഞാൻ 2 ഇയർ ഗ്യാപ്പ് ഉണ്ടെന്ന് പറയുകയും ചെയ്തു. പക്ഷേ എന്താണെന്നറിയത്തില്ല, എനിക്ക് ആ ഇൻ്റർവ്യൂ കിട്ടി. ഒരു ആഴ്ചയ്ക്കുള്ളിൽ തന്നെ വിസയും ടിക്കറ്റും വന്ന് ഞാൻ UAE പോയി. അവിടെ ജോലി ചെയ്തു. അത് 6 മാസത്തിൽ കൂടുതൽ ഗ്യാപ്പുള്ള ഒരേ ഒരാൾ ഞാനായിരുന്നു. അത് ആയിരക്കണക്കിന് നഴ്സുമാർ വന്നതിൽ ഞാൻ മാത്രമേ ഉള്ളായിരുന്നു ഇത്രയും ഗ്യാപ്പ് ഉണ്ടായിരുന്നത്. അത് ഉടമ്പടി പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടാണെന്ന് എനിക്ക് നന്നായിട്ട് ബോധ്യമുണ്ടായിരുന്നു. പിന്നെ അവിടെ കോൺട്രാക്ട് ബേസിൽ 6 മാസത്തേക്കാണ് പോയതെങ്കിലും 1.5 വർഷത്തോളം കോവിഡ് നീണ്ടതുകൊണ്ട് അവിടെ ജോലി നീട്ടിക്കിട്ടി. അത് കഴിഞ്ഞ് അവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലായിരുന്നു കോൺട്രാക്ട് ബേസിൽ ജോലി ചെയ്തത്. അവർക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് കോവിഡ് ഡ്യൂട്ടി കഴിഞ്ഞപ്പോൾ പെർമനൻ്റ് ആകാനുള്ള ഓഫർ ലെറ്റർ തന്നു. പക്ഷേ അവിടെയും എനിക്ക് ഈ ഗ്യാപ്പ് പ്രശ്നമായിട്ട് വന്നു. അവിടുത്തെ ലൈസൻസായ ഹാദ് എഴുതണമെങ്കിൽ 6 മാസത്തിന് മേലെ ഗ്യാപ്പ് പാടില്ല. അപ്പോൾ ഞാൻ വീണ്ടും പെട്ടു, ഭയങ്കരമായിട്ട് വിഷമത്തിലായി. അപ്പോൾ ഞാനും ഹസ്ബൻഡും മാറി മാറി നിൽക്കുവാണ്, ഒരു കുഞ്ഞുമില്ല. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനെ വിളിച്ച് പറഞ്ഞു, അച്ചായ ഇനിയും നമുക്ക് ആകെയുള്ളൊരു രക്ഷ ഉടമ്പടി എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അച്ചായൻ അന്നേരം നാട്ടിലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ ആലപ്പുഴ പള്ളിയിൽ പോയിട്ട് ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞു, ഒരു ദിവസം വൈകുന്നേരം, ശനിയാഴ്ച വൈകുന്നേരം. അപ്പോൾ അച്ചായൻ മടിയായിരുന്നു. എന്നാലും പിറ്റേ ദിവസം പുള്ളി പോയി ഉടമ്പടി എടുത്തു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. ഹാദിൻ്റെ എക്സാം എഴുതാൻ എങ്ങനെയും പറ്റണമെന്നൊക്കെ നിയോഗം വെച്ചു. അന്ന് അത് കഴിഞ്ഞ് 2-3 ദിവസത്തിനുള്ളിൽ ഞാൻ മാതാവിനെ സ്വപ്നം കാണുകയും ചെയ്തു. ഈ സിൽവർ ഗ്രേ കളറിലുള്ള മാതാവ് വന്ന് എന്നെ ഒരു വലിയ കുഴിയിൽ നിന്ന് ഇങ്ങനെ പൊക്കിയെടുക്കുന്നതായിട്ട് സ്വപ്നം കാണുകയും ചെയ്തു. അപ്പോൾ എനിക്ക് ഉറപ്പായി എന്തായാലും മാതാവ് അനുഗ്രഹിക്കാതിരിക്കത്തില്ലെന്ന്. ആ ഒരു ഒറ്റ ഉറപ്പിന്മേൽ ഞാൻ എൻ്റെ കോൺട്രാക്ട് ബേസിലുള്ള ജോലി രാജിവെച്ചിട്ട് ഹാദിന് ഓൺലൈനായിട്ട് പഠിക്കാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ ചോദിച്ചു, നീ എന്ത് ഉറപ്പിൻ്റെ മേലാണ്, നിനക്ക് ഇത്രയും ഗ്യാപ്പുണ്ട്, ഹാദ് എക്സാം എഴുതാൻ പറ്റത്തില്ല, അത് UAE റൂളാണ്, ആ റൂള് എങ്ങനെ മാറ്റാനാണ്, അപ്പോൾ നീ എന്ത് ഉറപ്പിലാണ് റിസൈൻ വെച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അവരോടൊക്കെ പറഞ്ഞു, ഞാൻ ഈ മാതാവിൻ്റെ ഉടമ്പടിയുടെ ഉറപ്പിൽ റിസൈൻ വെക്കുവാന്ന് പറഞ്ഞ് സ്വന്തം റിസ്കിൽ ഒരു ചെറിയ റൂം റെൻറ്റിനെടുത്ത് ഞാൻ ഒറ്റയ്ക്ക് അവിടെ താമസിച്ച് ഓൺലൈനായിട്ട് പഠിക്കാൻ തുടങ്ങി. അപ്പം റിസൈൻ ചെയ്തതിന് ശേഷം വിസയില്ല. അപ്പോൾ വിസയില്ലാതെ അവിടെ 1 മന്ത് നിൽക്കാനും പറ്റത്തുള്ളൂ. ആ 1 മന്തിനുള്ളിൽ എന്തെങ്കിലും അത്ഭുതം നടക്കുകയും വേണം. അപ്പോൾ ഉടമ്പടി എടുത്തിട്ട് അത് 3ാമത്തെ മാസമായിരുന്നു. 88 ദിവസമായിട്ടും ഒരനക്കവും ഇല്ല. ഞാൻ ഹാദിനെ എല്ലാം പഠിച്ച് ഓൺലൈനായിട്ട് പഠിച്ച് പരീക്ഷയ്ക്ക് റെഡിയായിരിക്കുവാണ്. പക്ഷേ എനിക്ക് അപ്രൂവൽ കിട്ടത്തില്ല പരീക്ഷയ്ക്ക്. അപ്പോൾ ഞാൻ 88ാമത്തെ ദിവസം രാത്രി ഞാൻ കരഞ്ഞ് പ്രാർത്ഥിക്കും. 88ാമത്തെ ദിവസം ഞാൻ കരഞ്ഞ് മാതാവിനോട് ചോദിച്ചു, മാതാവ് നിൻ്റെ ഈ ഉടമ്പടിയുടെ ഒറ്റ ഉറപ്പിലല്ലേ ഞാൻ ഈ റിസ്ക് എടുത്ത് നിൽക്കുന്നത്, എന്നെ ഉപേക്ഷിക്കുമല്ലേ, എന്നെ ഉപേക്ഷിക്കുവാണോ, എന്നെ ഉപേക്ഷിക്കല്ലേ, സ്വർഗസ്ഥനായ പിതാവേന്ന് ഞാൻ അർത്ഥം അറിഞ്ഞ് പ്രാർത്ഥിക്കുന്നത് നീ കേൾക്കുന്നില്ലേ കർത്താവേ എന്ന് ചോദിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം ന്യൂസ് വരികയാണ്, ഹാദ് എക്സാമിൻ്റെ ആ ഒരു ഇതില്ല, ഇനി തൊട്ട് ഗ്യാപ്പ് പ്രശ്നമല്ല, എക്സാം എത്ര ഗ്യാപ്പ് ഉണ്ടെങ്കിലും റൂള് മാറി. അവിടുത്തെ ഈ ഹാദ് എക്സാമിൻ്റെ റൂള് തന്നെ മാറ്റി മറിച്ചിരിക്കുകയാണ് മാതാവ്.
ഭയങ്കര അത്ഭുതമായിരുന്നു. എൻ്റെ ഫ്രണ്ട്സിനെല്ലാം ഭയങ്കരമായിട്ട് അത്ഭുതമായിട്ട് തോന്നി. ഞാൻ അങ്ങനെ അവിടെ പരീക്ഷ എഴുതി 1 മാസത്തിനുള്ളിൽ ഞാൻ നാട്ടിൽ വന്നു പോയി. 1 മാസത്തിനുള്ളിൽ അവിടെ ജോലിക്ക് പെർമനൻ്റായിട്ട് ഗവൺമെൻറ്റിൽ കയറുകയും ചെയ്തു. ഇപ്പോൾ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഞാനും ഹസ്ബൻഡും 1 ഇയറായിട്ട് സെറ്റിലായിട്ട് 1 ഇയറായിട്ട് അവിടെ ഒരുമിച്ച് താമസിച്ചിട്ട് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളൊന്നും ആയില്ല. അപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പം എൻ്റെ 2 ഓവറിയിലും PCOD ആണ്, സിസ്റ്റുകളുണ്ട്, സിവിയർ ആണെന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ അതിന് ട്രീറ്റ്മെൻറ്റിന് സമയമെടുക്കും എന്ന് ഡോക്ടർ പറഞ്ഞു. അങ്ങനെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. ഒരാഴ്ച മരുന്ന് കഴിച്ചു. അപ്പോഴും ഞാൻ ഒത്തിരി ഡിപ്രസ്ഡാണ്. കാരണം കുഞ്ഞുങ്ങൾ ഇനിയും താമസിക്കും, ട്രീറ്റ്മെൻറ്റ് ആകുമ്പോൾ ഒരുപാട് താമസമാകും. അപ്പോഴാണ് ഞാൻ ഓർത്ത് എൻ്റെ കയ്യിൽ യഥാർത്ഥത്തിലുള്ള മരുന്ന് ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ ഓൺലൈനായിട്ട് ഉടമ്പടി പുതുക്കിയിട്ട് ആ ഒരൊറ്റ മാസം 2023 ജൂൺ മാസം 1 മാസം കറക്റ്റായിട്ട് ഉടമ്പടി ഫോളോ ചെയ്തു. എല്ലാ ദിവസവും രാവിലത്തെയും വൈകിട്ടത്തെയും പ്രാർത്ഥന ചൊല്ലി ഉടമ്പടി നേർച്ച വസ്തുക്കളെല്ലാം ഉപയോഗിച്ചു. രാവിലെ എഴുന്നേൽക്കുമ്പം ചൂടുവെള്ളത്തിൽ ഇവിടുത്തെ ഉപ്പ് കലക്കി ആണ് ആദ്യം കുടിച്ചിരുന്നത്. പിന്നെ വൈകുന്നേരം 1 തുള്ളി തേനും കഴിച്ചിട്ടാണ് കിടക്കുന്നത്. വയറ്റിൽ തൈലം തേച്ച് കുരിശ് പ്രാർത്ഥിച്ചു. എനിക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു. ആ മാസം തന്നെ പ്രഗ്നൻ്റ് ആവുന്നു. ഞാൻ ഹസ്ബൻഡിനോട് പറയുകയും ചെയ്തു, അച്ഛാ ഈ മാസം ഞാൻ പ്രഗ്നൻ്റ്. അപ്പം അച്ഛൻ വിചാരിച്ചു എല്ലാ മാസവും പറയുന്നത് പോലെ ആയിരിക്കുമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് അത്ര ഉറപ്പായതുകൊണ്ട് ആ മാസം തീരുന്നതിന് മുന്നേ തന്നെ യൂറിൻ ടെസ്റ്റ് ചെയ്യുന്നതിന് പകരം ബ്ലഡ് ടെസ്റ്റ് ആകുമ്പോൾ നേരത്തെ അറിയാം. അപ്പോൾ ഞാൻ പോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പം അതിലറിഞ്ഞു പോസിറ്റീവായിരുന്നു. അപ്പോൾ അമ്മയും ഹസ്ബൻഡിൻ്റെ അമ്മയും വീട്ടുകാരും, ഹസ്ബൻഡിൻ്റെ അമ്മ ഞങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പോൾ അമ്മയ്ക്കും വിശ്വാസമായി. ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്നതൊക്കെ അമ്മ കാണാറുമുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്ത് പ്രഗ്നൻ്റായി. അത് കഴിഞ്ഞ് സ്കാനിങ്ങിന് ഡോക്ടറുടെ അടുത്ത് ചെന്നപ്പം ഡോക്ടർ മലയാളി ഡോക്ടറായിരുന്നു അവിടെ NMC ഹോസ്പിറ്റലിൽ. ഡോക്ടർ എന്നോട് പറഞ്ഞു, ഈ ഓവറിയിൽ നിന്ന് എങ്ങനെ ഓവുലേഷൻ നടന്ന് കുഞ്ഞുണ്ടായി എന്ന് എനിക്കറിയത്തില്ല, ഇത് ദൈവം തന്ന കുഞ്ഞു തന്നെയാണല്ലോ എന്ന് പറഞ്ഞു. 2 ഓവറിയും അതുപോലെ PCOD സിസ്റ്റും ആയിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഉറപ്പായി ഇത് മാതാവ് തന്ന കുഞ്ഞാണ്. അപ്പോൾ ഞങ്ങൾ അന്ന് തന്നെ തീരുമാനിച്ചു, പെൺകുഞ്ഞാണെങ്കിൽ മറിയം എന്ന് പേരിടണമെന്ന്. ഇവർക്ക് മറിയം എന്നാണ് പേരിട്ടിരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ് പ്രഗ്നൻസി ഇങ്ങനെ കടന്നുപോയി. 7-ാം മാസമായപ്പോൾ ഒരു ദിവസം നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് കിടന്നുറങ്ങി എഴുന്നേറ്റപ്പോൾ തൊട്ട് എനിക്ക് ഭയങ്കര പെയിനായി. 7 മാസം ആയിട്ടുള്ളൂ, 27 വീക്സേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പെട്ടെന്ന് പെയിൻ കൂടി ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേക്കിനും ഡെലിവറി ആവാറായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഡെലിവറി ആയി. വേറെ കോംപ്ലിക്കേഷൻസ് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല കാര്യമായിട്ട്. എന്തുകൊണ്ടോ അങ്ങനെ ഡെലിവറി ആയി. അപ്പോൾ കുഞ്ഞ് 1 കിലോയും 50 ഗ്രാമും ഉണ്ടായിരുന്നുള്ളൂ. അവളുടെ പ്രീമച്ചുറാണ്, ഓർഗൻസ് ഒന്നും ഡെവലപ്പ് ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ NICUവിലേക്ക് അഡ്മിറ്റാക്കി. കുഞ്ഞിനെ അഡ്മിറ്റാക്കിയപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞത് ഇത്രയും വെയിറ്റേ ഉള്ളൂ, ഇത്ര ആഴ്ചയായിട്ടുള്ളൂ, ഒന്നും പറയാൻ പറ്റത്തില്ല, വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടായില്ലെങ്കിൽ കുഴപ്പമില്ല, സമയമെടുത്ത് അവൾ ഓക്കെ ആയിക്കോളൂ എന്ന് പറഞ്ഞു. പക്ഷേ സെക്കൻഡ് ഡേ ആയപ്പോഴത്തേക്കും കോംപ്ലിക്കേഷൻസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ സെക്കൻഡ് ഡേയിൽ അവളുടെ വയറ്റിൽ പ്രഷർ മാസ്ക് വെച്ചിട്ട് എയർ കയറിയിട്ട് അവിടെ ഒരു സർജിക്കൽ ഹോളിട്ട് ആ എയർ കളയണമായിരുന്നു. അതിനു വേണ്ടി അവളെ വെൻറ്റിലേറ്ററിലാക്കി. വെൻറ്റിലേറ്റർ എന്ന് കേൾക്കുമ്പോൾ അറിയാമല്ലോ, വെൻറ്റിലേറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും പേടിയുള്ളൊരു സംഭവമാണല്ലോ. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് ആദ്യം പേടിച്ചു. എന്നാലും ഞങ്ങൾ പരസ്പരം പറഞ്ഞു, ഇത് മാതാവ് തന്ന കുഞ്ഞാണ്, മാതാവിൻ്റെ സാക്ഷിയായിട്ട് ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ വേണ്ടി മാതാവ് തന്നെ അവളെ ഒരുക്കുന്നതാണ്, ഒരു കുഴപ്പവും കൂടാതെ നമുക്ക് ഇവിടെ കിട്ടുമെന്ന് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. അന്ന് തന്നെ മാതാവിൻ്റെ കാശുരൂപവും മാതാവിൻ്റെ രൂപവും ഒക്കെ ഇവളുടെ ഇൻക്യുബേറ്ററിൽ കൊണ്ട് ഞങ്ങൾ വെച്ചു. എന്നും തൈലം തേച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ ഓരോ ദിവസം പോകുന്തോറും ഓരോരോ കോംപ്ലിക്കേഷൻസ് വന്നുകൊണ്ടിരുന്നു. ഇവൾക്ക് പെട്ടെന്ന് ന്യൂമോണിയ ആയി. അത് സിവിയർ ന്യൂമോണിയ ആയിരുന്നു. അപ്പോൾ 21 ഡേയ്സ് ആൻറ്റിബയോട്ടിക് കൊടുത്തിട്ട് മാറുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇവിടുന്ന് കൊണ്ടുവന്ന തേന് സിസ്റ്റേഴ്സ് ആരും കാണാതെ കുഞ്ഞിൻ്റെ നാവിൽ വെച്ച് കൊടുക്കുമായിരുന്നു. വെൻറ്റിലേറ്റർ ട്യൂബിങ്സ് ഒക്കെ വായിൽ കിടക്കുവാണ്, അത് കിടന്നുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് വായിൽ തൊട്ട് കൊടുക്കുമായിരുന്നു. അങ്ങനെ ന്യൂമോണിയ മാറിക്കിട്ടി. പിന്നെ അത് കഴിഞ്ഞ് അവൾക്ക് ആദ്യമായിട്ട് ട്യൂബിൽ കൂടെ പാല് കൊടുത്തപ്പോൾ കുടലിലെ നീർവീക്കം വന്നു. അപ്പോൾ അതിനും ആൻറ്റിബയോട്ടിക്സ് ഉണ്ടായിരുന്നു. ആൻറ്റിബയോട്ടിക് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇനിയിപ്പം ഒന്നും കൂടി പാല് കൊടുത്തു നോക്കാം. അപ്പോൾ എന്തെങ്കിലും കുഴപ്പം വന്നു കഴിഞ്ഞാൽ വേറൊരു കണ്ടീഷനുണ്ട്, നെക്രോട്ടൈസിങ് എൻട്രോകൊളൈറ്റീസ് എന്നൊക്കെ പറയും. അത് കുടലിൻ്റെ കോശങ്ങൾക്കൊക്കെ കേടുവരുന്നൊരു സംഭവമാണ്. അപ്പോൾ ഇനിയും അങ്ങനെ വന്നു കഴിഞ്ഞാൽ കുടലിൻ്റെ പാർട്സൊക്കെ കുറച്ച് കട്ട് ചെയ്ത് അതിനൊക്കെ വേറെ സർജറിയൊക്കെ വേണ്ടി വരും, നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ പാല് പിഴിഞ്ഞാണ് കൊച്ചിന് കൊണ്ട് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പം പാല് പിഴിഞ്ഞപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇവിടുത്തെ മാതാവിൻ്റെ ഉപ്പ് അതിലിട്ട് ആണ് കൊണ്ട് കൊടുത്തത്.
സയൻറ്റിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഉപ്പ് നീര് കൂട്ടുന്ന സാധനമാണ്. പക്ഷേ ഞാൻ വിശ്വസിച്ചു ഇത് മാതാവിൻ്റെ ഉപ്പാണ്, അതെൻ്റെ കൊച്ചിന് കുടൽ സുഖപ്പെടുത്തത്തേ ഉള്ളൂ എന്ന് വിശ്വസിച്ച് കൊണ്ട് കൊടുത്തു. ഒരു കുഴപ്പവും വന്നില്ല. എന്ന് മാത്രമല്ല ആ അസുഖം പൂർണ്ണമായിട്ട് മാറി. ഓപ്പറേഷന് ഒന്നും വേണ്ടി വന്നില്ല. പിന്നെ അവൾക്ക് ജനിച്ചു കഴിഞ്ഞ് എല്ലാ കുട്ടികൾക്കും അടയുന്ന 3-ാം ദിവസം അടയുന്ന ഒരു ഹാർട്ടിൻ്റെ ഹോള് ഇവ കടഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പ്രീമച്വർ ബേബീസിന് അങ്ങനെ ഉണ്ടാവാറുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ മെഡിസിൻസ് കൊടുത്തു കഴിയുമ്പോൾ മാറേണ്ടതാണ്. അപ്പം അതിൻ്റെ സൈസെങ്കിലും ആ ഹോളിൻ്റെ സൈസെങ്കിലും കുറഞ്ഞു വരുന്നതാണ്. ഇവൾക്ക് മെഡിസിൻസ് കൊടുത്തിട്ടും ആ ഹോളിൻ്റെ സൈസ് ലാർജായിട്ട് തന്നെ തുടർന്നു. അപ്പോൾ ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ചു. ഇവളുടെ നെഞ്ചിൽ കുരിശ് വരച്ച് തൈലം പൂശി ഈശോയോട് പ്രാർത്ഥിച്ചു, ഈശോ ഈ കുഞ്ഞു ഹൃദയത്തെ അങ്ങയുടെ തിരുരക്തം ഒഴിച്ച് സുഖപ്പെടുത്തണമേ എന്നെന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഡിസ്ചാർജ് ആവുന്നതിന് മുമ്പ് ചെയ്ത എക്കോയിൽ ആ ഹോള് പൂർണ്ണമായിട്ടും മാറി. അന്ന് ഡിസ്ചാർജ് ആകുന്ന അന്ന് സർജിക്കൽ കൺസൾട്ടേഷൻ കൊടുക്കാനിരിക്കുമായിരുന്നു. ഇവളുടെ വെയിറ്റൊക്കെ ഓക്കെ ആയിക്കഴിഞ്ഞ് സർജറി ചെയ്യാൻ വേണ്ടി. അപ്പോൾ അതും എല്ലാം മാതാവിൻ്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് എല്ലാ കാര്യങ്ങളും പൂർണ്ണമായിട്ട് മാറിക്കിട്ടിയത്. അവിടുത്തെ സിസ്റ്റേഴ്സും ഡോക്ടേഴ്സും ഒക്കെ പറഞ്ഞു ഇവളൊരു മിറാക്കിൾ ബേബിയാണെന്ന്. അവിടുത്തെ സിസ്റ്റേഴ്സ് കുറേ പേര് ലീവിന് വന്നപ്പോൾ ഇപ്പം ഉടമ്പടി എടുത്തിട്ടുണ്ട്. എന്നോട് ഡീറ്റെയിൽസൊക്കെ വാങ്ങിച്ചായിരുന്നു. ഒരു സിസ്റ്റർ ആണെങ്കിൽ ഇവൾ അഡ്മിറ്റായ സമയത്ത് ന്യൂമോണിയൊക്കെ ആയിട്ട് വെന്റിലേറ്ററിൽ കിടക്കുന്ന സമയത്ത് അവളെ നോക്കിയതാണ്. അത് എൻ്റെ പുള്ളിക്കാരി ലീവിന് പോയിട്ട് തിരിച്ചു വന്നപ്പം ഇവൾ ഡിസ്ചാർജ് ആകാൻ റെഡി ആയിട്ടിരിക്കുന്നു. അപ്പോൾ ആ സിസ്റ്റർ പറഞ്ഞു, അനു ഇത് ഭയങ്കര അത്ഭുതമാണ്, നിങ്ങളുടെ മാതാവും ഉടമ്പടിയും ഭയങ്കര അത്ഭുതമാണ്. ഈ മാതാവാണ് ഈ കുഞ്ഞിനെ രക്ഷിച്ചത്. ഞങ്ങളൊക്കെ നോക്കുമ്പോൾ പറയുമായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കുഞ്ഞിനെ അവർക്ക് കിട്ടത്തില്ലല്ലോ. ഞങ്ങളുടെ ഹിസ്റ്ററി അറിയാമല്ലോ, ആദ്യത്തെ ഒരു കൊച്ചു മരിച്ചു പോയതായതുകൊണ്ട് അവരൊക്കെ മലയാളി നഴ്സസ് എല്ലാം നമ്മളോട് അത്രയും കൂട്ടായിട്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ പറഞ്ഞു ഞങ്ങളൊക്കെ ഒത്തിരി സങ്കടപ്പെട്ടായിരുന്നു, ഈ കുഞ്ഞിനെ അവർക്ക് കിട്ടത്തില്ലല്ലോ എന്ന് ഓർത്ത്. പക്ഷേ ഇവളൊരു മിറാക്കിൾ ബേബിയാണെന്ന് പറഞ്ഞു. എല്ലാം മാതാവിൻ്റെ ഈശോയുടെ അനുഗ്രഹമാണ്. ഉടമ്പടി എടുത്ത് പിന്നെ പ്രാർത്ഥനയിൽ ഒത്തിരി ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. എല്ലാ ദിവസവും പ്രാർത്ഥിക്കാനായിട്ട് ഒത്തിരി ശ്രമിക്കാറുണ്ട്. ജപമാല ചൊല്ലാൻ ശ്രമിക്കാറുണ്ട്. ഡ്യൂട്ടിക്ക് പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ ജപമാല ചൊല്ലാറുണ്ട്. പിന്നെ ബൈബിൾ വായിക്കുന്ന കാര്യമാണെങ്കിലും മിക്കവാറും ദിവസങ്ങളെ 30 മിനിറ്റ് ചെല്ലാനായിട്ട് ശ്രമിക്കാറുണ്ട്. പിന്നെ കാരുണ്യ പ്രവൃത്തികളായിട്ട് എല്ലാ മാസവും ഇവൾ ജനിച്ച ആ മാസം തൊട്ട് എല്ലാ മാസവും ഒരു നിശ്ചിത തുക പാവപ്പെട്ടവർക്കായിട്ട് ഞങ്ങൾ അയച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഇവിടുത്തെ പത്രം ഞങ്ങൾ ഉടമ്പടി എടുത്തപ്പോൾ കിട്ടിയ പത്രം അവിടെയൊക്കെ എല്ലാവർക്കും കൊടുത്തായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് സംഭവിക്കുന്ന എന്ത് മിറാക്കിളാണെങ്കിലും ഞങ്ങൾ വോയിസ് മെസ്സേജായിട്ട് ഞങ്ങളുടെ കോൺടാക്റ്റിലുള്ള എല്ലാവർക്കും അയച്ചു കൊടുക്കാറുണ്ട്. അങ്ങനെ ഒരുപാട് പേര് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തായിരുന്നു, ഞങ്ങളുടെ ബന്ധുക്കളായിട്ടും റിലേറ്റീവ്സായിട്ടും എല്ലാം. ഒത്തിരി നന്ദി മാതാവിനെ യേശുവയ്ക്കും. സാമുവേലിൻ്റെ 1-ാം പുസ്തകം 2-ാം അധ്യായത്തിൽ തിരുവചനങ്ങൾ അരുളി ചെയ്യുന്നു, സുഭിക്ഷം അനുഭവിച്ചിരുന്നവർ ആഹാരത്തിനായി കൂലിപ്പണി ചെയ്യുന്നു, വിശപ്പ് അനുഭവിച്ചിരുന്നവർ സംതൃപ്തി അടയുന്നു, വന്ധ്യ 7 പ്രസവിക്കുന്നു, സന്താന സമ്പത്തുള്ളവൾ നിരാലംബയാകുന്നു. അനു ഫ്രാൻസിസ് സഞ്ജു തൻ്റെ ജീവിത പങ്കാളിയും ചേർന്ന് തങ്ങൾക്ക് കൃപയായിട്ട് ദൈവത്തിൽ നിന്ന് ലഭിച്ച തങ്ങളുടെ കുഞ്ഞുമായിട്ട് വന്ന് ജോലിയുടെ കാര്യവും കുഞ്ഞിനെ ലഭിച്ച സാഹചര്യങ്ങളുമൊക്കെ നമ്മോട് പങ്കുവയ്ക്കുകയാണ്. ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് തന്നെ എങ്ങനെയാണ് ഉടമ്പടി പുസ്തകം ലഭിച്ച് താൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി അതിലൂടെ തനിക്ക് എങ്ങനെ പിന്നീട് ഏറ്റവും ഒരു ഡിപ്രസീവ് സ്റ്റേജിലേക്ക് താൻ പോയിരുന്നു. ഒരു കുഞ്ഞ് തങ്ങൾക്ക് നഷ്ടപ്പെട്ട ആ ഒരു അവസ്ഥ, അതോടുകൂടി തന്നെ തനിക്ക് ജോലി റിസൈൻ ചെയ്ത് വന്ന് നിന്ന അവസ്ഥയിൽ 2 വർഷമായിട്ട് ആ ജോലിയില്ലാത്ത സാഹചര്യങ്ങൾ, മുട്ടുന്ന വാതിലുകളൊന്നും തനിക്ക് തുറക്കുന്നില്ല. ഈ ഒരു അവസ്ഥയിലൊക്കെ ഒന്നിനൊന്നിന് പ്രശ്നങ്ങളാകുകയാണ്. എങ്കിലും ഈ മകള് പൂർണ്ണമായിട്ടും ഉടമ്പടി എടുത്തില്ല എങ്കിലും പ്രാർത്ഥന തുടർന്നുകൊണ്ടിരുന്നു. ഇവിടെ ഉടമ്പടി എടുക്കാതെ തന്നെ എങ്ങനെയാണ് ഈ മക്കൾക്കൊക്കെ കൃപകൾ ലഭിക്കുക? അതായത് നാം ഈ മണ്ണിലേക്ക് വരുമ്പോൾ തന്നെ, അല്ലെങ്കിൽ നാം എവിടെയായിരുന്നാലും ആ ഒരു അവസ്ഥയിൽ തന്നെ നമ്മുടെ മനോഭാവം ദൈവം അറിയുന്നു. ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ പറയാറുണ്ട്, നാം ദൈവത്തിൻ്റെ മുമ്പിൽ ഫ്രോഡ് ആകരുതെന്ന്. അതായത് ഉടമ്പടി എടുക്കുന്നവരോ അല്ലെങ്കിൽ ഉടമ്പടി എടുക്കാൻ വരുന്നവരോ ജീവിതത്തിൽ ഇനി തങ്ങൾ എങ്ങനെയാണ് മുമ്പോട്ട് എന്നുള്ളത് നാം പറഞ്ഞില്ലെങ്കിലും നമ്മുടെ ഹൃദയം നാം എന്താണ് എന്നുള്ളത് ദൈവത്തിനറിയാം.
അപ്പോൾ ഈ മകള് ഉടമ്പടി എടുക്കുന്നതിന് മുൻപേ പ്രാർത്ഥന തുടങ്ങി. തൻ്റെ ജീവിതത്തിൽ പിന്നീട് വരുന്ന ഓരോ സാഹചര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളതാണ്. ഒന്നിനൊന്നിന് പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴും തൻ്റെ ഹസ്ബൻഡിനെ നിർബന്ധിച്ച് പറഞ്ഞു വിടുകയാണ്, ഉടമ്പടി എടുക്കണം, ഉടമ്പടി അല്ലാതെ നമുക്ക് രക്ഷയില്ല, അല്ലാതെ പ്രശ്നങ്ങൾ വരുമ്പോൾ ഉടമ്പടി ഇനി ഇതൊന്നും വേണ്ട, ഇത്രയും പ്രാർത്ഥിച്ചിട്ടൊക്കെ ഇതൊക്കെ തന്നെയല്ലേ ലഭിക്കുന്നത്, ഒന്നിനൊന്നിന് പ്രശ്നങ്ങളല്ലേ, അതുകൊണ്ട് ഇനി ഉടമ്പടിയൊന്നും വേണ്ട എന്ന്. അതൊക്കെ വളരെ സില്ലിയാണ്. അതായത് അത് വളരെ നോർമലായിട്ട് ആരും ചിന്തിക്കുന്നതാണ്. എന്നാൽ ദൈവത്തിൽ പൂർണ്ണമായും ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതൽ, ആ ദൈവ പൈതലിന് പിന്നീട് അങ്ങോട്ട് തൻ്റെ ജീവിതത്തിൽ എത്രമാത്രം പ്രശ്നങ്ങൾ വന്നാലും ആ പ്രശ്നങ്ങളുടെ നടുവിലും തനിക്ക് തന്നെ വാരിപ്പുണരുന്ന ഒരു കരം തൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളത് തനിക്ക് പൂർണ്ണമായും ബോധ്യം വരും. ഈ മകൾക്ക് ആ ബോധ്യം കിട്ടി. ഇത് ദൈവം കാണുന്ന ഒരു കാര്യമാണ്. അതാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ. അതുകൊണ്ട് തന്നെ എത്രമാത്രം പ്രശ്നങ്ങളിലൂടെയൊക്കെ കടന്നുപോയി എന്നും ഈ കുഞ്ഞിന് ലഭിച്ച ശേഷവും പിന്നീട് ഉണ്ടായ ഓരോ പ്രശ്നങ്ങളും, അതുപോലെ തൻ്റെ ജോലിയിൽ വന്ന തടസ്സങ്ങൾ, എങ്ങനെയാണ് ഗ്യാപ്പ് എന്നുള്ളതൊക്കെ അവിടെ ഒരു പ്രശ്നമാകാതെ റൂള് തന്നെ അവിടെ മാറുന്നു. ഹാർഡ് എക്സാം എഴുതുന്ന റൂള് തന്നെ ആ രാജ്യത്ത് മാറുന്നു. ഇതെല്ലാം ഉടമ്പടിയിലൂടെ തനിക്ക് കിട്ടിയ കൃപകളായിട്ടാണ്. ഹസ്ബൻഡ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം കിട്ടിയ കൃപകളായിട്ട് ഇപ്പോൾ ഓരോന്നോരോന്നായി ഇവിടെ അനു പങ്കുവയ്ക്കുകയാണ്. അങ്ങനെ വെന്റിലേറ്ററിലൊക്കെ ആയിരുന്ന തങ്ങളുടെ കുഞ്ഞ് എത്രയും യാതൊരു രീതിയിലും ഈ മകളെ ഒന്നിനൊന്നിന് പ്രശ്നങ്ങൾ, മകൾക്ക് എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുകൾ വന്നുകൊണ്ടിരുന്നത്. ഒരു സർജറി വീണ്ടും പറയുന്നു. ഈ ഒരു അവസ്ഥയിലൊക്കെ ഡോക്ടേഴ്സും നേഴ്സുമാരുമൊക്കെ ഇതൊരു മിറക്കിൾ ബേബിയാണ് എന്നുള്ള രീതിയിൽ അത്രയേറെ ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ മാത്രം തങ്ങൾക്ക് ലഭിച്ച കുഞ്ഞായിട്ട് ഇന്ന് കുഞ്ഞുമായിട്ട് വന്ന് ഈ മക്കൾ സാക്ഷ്യം പറയുകയാണ്. അതുകൊണ്ട് തന്നെയാണ് തിരുവചനം പറയുക, വിശപ്പ് അനുഭവിച്ചിരുന്നവർ സംതൃപ്തി അടയുന്നു. ഇതൊക്കെ ഒരു വിശപ്പാണ്. അതായത് നമ്മുടെ ജീവിതത്തിൻ്റെ ജോലി തടസ്സങ്ങൾ, അത് ആ വിശപ്പുമായിട്ടാണ് നാം ഇവിടെ വരിക. നമ്മുടെ ഭൗതികമായിട്ടുള്ള പല കാര്യങ്ങൾ, അതുപോലെ തന്നെ കുഞ്ഞില്ലാത്ത ഒരവസ്ഥ, ഈ അവസ്ഥയിൽ നമുക്ക് സംതൃപ്തി തരുവാൻ അത് ദൈവത്തിന് മാത്രമേ കഴിയുള്ളൂ എന്ന് പൂർണ്ണമായിട്ട് വിശ്വസിച്ച് ഈ ഒരു ഓവറിയിൽ എങ്ങനെ ഈ കുഞ്ഞിനെ ലഭിക്കും, അതാണ് ഈ മകളുടെ ഓവറി കണ്ടുകിട്ട് ഡോക്ടേഴ്സ് അഭിപ്രായപ്പെട്ടത്. ആ ഒരു സാഹചര്യത്തിലൊക്കെ ഇത് ചെയ്യുവാൻ കഴിവുള്ള ദൈവത്തിൻ്റെ സന്നിധിയിൽ, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ തടസ്സങ്ങൾ നീങ്ങുന്നതും ഇന്ന് ഏറ്റവും സന്തോഷത്തോടെ തങ്ങളുടെ ഉടമ്പടി ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നു. തങ്ങൾക്കുള്ള കാര്യങ്ങളെല്ലാം, ഒരു ചെറിയ കാര്യം പോലും അത് മറ്റുള്ളവരുമായിട്ട് പങ്കുവെച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇന്ന് ഈ ദമ്പതികൾ പരിശ്രമിക്കുകയാണ്. താൻ മൂലം ഒത്തിരിയേറെ പേര് വിശ്വാസത്തിലേക്ക് വന്നു പരിശുദ്ധ അമ്മയെക്കുറിച്ച്. അതുകൊണ്ട് തങ്ങൾക്ക് പറയുവാൻ ഒത്തിരിയുണ്ട് എന്നുള്ളതാണ് ഈ മക്കൾ പറഞ്ഞത്. നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.